ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചുരിദാർ തയ്ക്കുന്ന ആൾക്കാരായാലും ബ്ലൗസ് ആയാലും കുട്ടികൾക്കുള്ള പട്ടുപാടയില്ല അതിനൊക്കെ നെക്ക് ഡിസൈൻസ് വേണമല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ഏതാനും നെക്ക് ഡിസൈൻസ് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കട്ടിങ് ആണ് കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നെക്ക് ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഡിസൈൻസോടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതാ ഇതിൻ്റെ നടുഭാഗത്ത് കൂടെ ഇങ്ങനെ മടക്കാം കേട്ടോ. അങ്ങനെ ഒപ്പം വെച്ച് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചും 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ചായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം നമ്മളിതാ എടുക്കണത് ഇപ്പോൾ 2.5 ഇഞ്ചാട്ടോ എടുക്കണത്. ഇപ്പോൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് താഴേക്ക് ഇതാ ലെങ്ത്ത് എടുക്കണത് 6 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ടായാലും മതി കേട്ടോ. 2.5 ഇഞ്ച് വിഡ്ത്തിൽ വരച്ചെടുക്കാം കേട്ടോ. അതേപോലെ നമ്മൾ നേരത്തെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തില്ല, മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡിസൈൻ വരയുന്നത് റൗണ്ട് ഡിസൈൻ ആട്ടോ. നമുക്ക് നെക്കിൽ റൗണ്ട് ഡിസൈൻ വരുമല്ലോ. അപ്പോൾ അതാണ് റൗണ്ട് നെക്കാണ് നമ്മൾ വരഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിതാ ഇവിടുന്ന് 2.5 ഇഞ്ചാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിന്ന് വെച്ചിട്ട് ഈ 2.5 ഇഞ്ചിൻ്റെ പകുതിന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു കർവ് ലൈൻ വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളിതായാലും ഇതിൻ്റെ ഒരു പകുതി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അടയാളപ്പെടുത്തിയാൽ നമ്മളിതാ ഒരു കർവ് ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഒരു കർവായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. നമ്മളിതങ്ങനെ കർവ് ഡിസൈൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വരഞ്ഞുല്ലോ, സ്ട്രെയിറ്റ് ആയിട്ട് വരഞ്ഞില്ല, വരഞ്ഞതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ കർവ് വരുന്നല്ലോ, ആ കർവ് കൂടെ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ വെട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് 1 ഇഞ്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു റൗണ്ടിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ആ കർവ് ഷേപ്പിൽ കൂടെ വേണ്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാൻ. ആ അടയാളപ്പെടുത്തി നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു റൗണ്ട് നെക്ക് കിട്ടും. ആ നെക്ക് വെച്ചിട്ടാണ് നമ്മൾ ചുരിദാറിലായാലും പിന്നെ ബ്ലൗസിലായാലും ഏതിലായാലും നമ്മളത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ക്യാൻവാസിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ ഒരേപോലെ ഇങ്ങനെ 1 ഇഞ്ച് വെച്ചിട്ട് നമ്മളിത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൂടെ ഒരു കർവായിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ആ നമ്മൾ അടയാളപ്പെടുത്തിയത് കൂടെ. അപ്പം അങ്ങനെ നമ്മളിത് അങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ വരഞ്ഞെടുത്ത് കൂടെ നമുക്കൊരു കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റൗണ്ട് നെക്കായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നമുക്കിതൊരു റൗണ്ട് നെക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഡിസൈൻ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു വേറെ ഷേപ്പായിട്ട് വരയാൻ പോണത്, അതായത് വി ഷേപ്പ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ വിഡ്ത്ത് 2.5 ഇഞ്ചും പിന്നെ അതുപോലെ ലെങ്ത്ത് നമ്മൾ 6 ഇഞ്ചുമായിട്ട് അടയപ്പെടുത്തിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ഈ കാണുന്ന സെൻറ്റർ, ആ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അളവില്ല. നമുക്ക് എത്രയാണ് ഒരു നെക്കിൻ്റെ ഒരു വീടാകൃതി വേണ്ട അത്രയും ഏകദേശം ഈ ഒരു അളവിൽ മതി കേട്ടോ. അവിടേക്ക് ഒരു നടുക്കിൽ കൂടെ ഒരു വര വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ സെൻറ്ററിൽ നിന്ന്, അതായത് നമ്മൾ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, ആ മടക്കിയ ഭാഗം വരുന്നത് തുറന്ന ഭാഗമല്ല, തുറന്ന ഭാഗം ഇപ്പുറത്താണ് വരുന്നത്. ആ മടക്കുള്ള ഭാഗത്തിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് ഇവിടുന്ന്, ആ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് കുറച്ച് ഏകദേശം ഒരു 3 ഇഞ്ചോളം മതി കേട്ടോ. അവിടേക്ക് ഒരു വരച്ചു കൊടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മളിപ്പോൾ വി ആകൃതിയായിട്ടോ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളിതായി മടക്ക് ഭാഗത്തു നിന്ന് കേട്ടോ, അതായത് ഈ ഇവിടെ മടക്കാണല്ലോ, ആ മടക്ക് ഭാഗത്തു നിന്ന് സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് ഒരു വര വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വര വരഞ്ഞതിൻ്റെ ആ സ്ട്രെയിറ്റ് വരഞ്ഞില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ഇഞ്ചായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. അതായത് കറക്റ്റായിട്ട് നെക്കിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ റൗണ്ട് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മളിതാ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളതങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ കറക്റ്റായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 1 ഇഞ്ച് വെച്ചിട്ട് വരഞ്ഞുള്ളൂ, ആ വരഞ്ഞത് കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക. ഈ 1 ഇഞ്ച് എന്നുള്ളത് ഒരേപോലെ നമുക്ക് 2 ഇഞ്ച് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത് എത്രയും കുഴപ്പമില്ല, ഒരേപോലെ വേണമെന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നമ്മളിതിപ്പോൾ അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരഞ്ഞല്ലോ, ആ സ്ട്രൈറ്റ് ആയിക്കൂടെ വരഞ്ഞായിക്കൂടെ നമുക്കിതങ്ങ് നേരെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് വി ഷേപ്പാട്ടോ, വി ആകൃതിയിൽ വരുന്ന റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്യണത്. ഇനി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ വി ആകൃതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ 2.5 ഇഞ്ച് വീതിയിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ 6 ഇഞ്ച് ലെങ്ത്തിലും നമ്മളിതാ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കർവ് ഷേപ്പിലാട്ടോ വരഞ്ഞെടുക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ വി ആകൃതിയിലും റൗണ്ട് ആകൃതിയിലാണ് നെക്ക് ഡിസൈൻ ചെയ്തെടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിത് കർവ് ആകൃതിയിൽ കേട്ടോ, ഒരു 2 സൈഡും കർവ് വരുന്ന ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻറ്റർ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ വി ആകൃതി ചെയ്ത പോലെ തന്നെ ആ സെൻറ്ററിൽ നിന്ന് ഇവിടെ ഏകദേശം പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. ഇവിടെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, എത്ര അളവ് ഏകദേശം ഒരു ഇവിടെ കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ വി ആകൃതി ചെയ്ത പോലെ തന്നെ ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊരു കർവായിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഒരു വരുന്ന ഒരു ആകൃതിയിൽ കേട്ടോ. ഇങ്ങനെ നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു 1 ഇഞ്ച് വെച്ചിട്ട് ഒരേ ഷേപ്പിൽ ഇങ്ങനെ മുകളിലേക്ക് ഒരു റൗണ്ടായിട്ട് വരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ട് വരഞ്ഞേക്കൂടെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കർവ് കൂടെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഈ ഷേപ്പ് കൂടെ ഒന്ന് വെട്ടിയെടുത്തിട്ട് കർവ് നെക്ക് ഡിസൈനായിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കർവ് നെക്ക് ഡിസൈൻ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വി ആകൃതി ചെയ്ത പോലെ തന്നെയാണ്, കുറച്ച് കർവായിട്ട് വരഞ്ഞാൽ മതി എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇനിയും കുറേ ഷേപ്പുകളുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തുടക്കക്കാർക്കൊക്കെ നമുക്ക് ചുരിദാറോ ബ്ലൗസോ അങ്ങനെയൊക്കെ തയ്ക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന ഡിസൈനുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഡിസൈനുകൾ കേട്ടോ, റൗണ്ട് ആകൃതിയിൽ, അതേപോലെ തന്നെ കർവ് ആകൃതിയിൽ, അതുപോലെ തന്നെ വി ആകൃതിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മളിതാ നെക്ക് ഡിസൈൻസ്
ഒരു A4 ഷീറ്റിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് കുറേ വെട്ടിയെടുക്കാം. പക്ഷേ ഇത് തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് വെട്ടിയെടുക്കാവുന്ന ഒരു എളുപ്പമാർഗ്ഗത്തിലുള്ള ഒന്നാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് കൂടി ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.